വുളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിലെ നാലാമത്തെ എന്താണ്? മസ്സുൽ ഫർജാണ്. മസ്സുൽ ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം സ്പർശിക്കുക. അപ്പോൾ ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ വുളു മുറിയുമോ? ഇല്ലേ? മുറിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മൻ മസ്സ ദക്കറഹു ഫലിയതവല്ല. ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം, ദക്കർ പറഞ്ഞാൽ മുൻഭാഗം, അത് തൊട്ട് കഴിഞ്ഞാൽ അവൻ വുളു എടുക്കട്ടെ. അപ്പം ഗുഹ്യാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയുമെന്ന് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഫ്ലാ അഹദുക്കും ഇദാ അഫ്ലാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി. ഫർജ് പറഞ്ഞാൽ അവിടെ മുൻദ്വാരവും പെട്ടു പിൻദ്വാരവും പെട്ടു. അതിലേക്ക് ആരെങ്കിലും തൻ്റെ കൈ കൊണ്ടുപോയാൽ, അവിടെ സ്പർശിച്ചു കഴിഞ്ഞാൽ, ലൈസ ദൂനഹ ഹിജാബുൻ വലാ സിത്രുൻ, അവൻ്റെ കൈക്കോ ആ അവയവത്തിനോ ഇടയിൽ ഒരു മറയോ ഒന്നുമില്ല എങ്കിൽ ഫഖദ് വജബൽ അലൈഹിൽ വുളു, അവന് വുളു എന്തായി? നിർബന്ധമായി. അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ, ഒരു തുണിയുടെ മറ കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമില്ലാതെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, മുബാശറത്തൻ നേരിട്ട് കൊണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വുളു എന്ത് ചെയ്യും? ബാത്തിലാകും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഹദീസിൽ ഒരു സ്വഹാബി റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, റസൂലെ മാ തറാ ഫീ റജുലിൻ, ഒരാളെ വിഷയത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മസ്സദക്കറഹു ഫിസ്സലാത്ത്, നിസ്കാരത്തിൽ അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഗുഹ്യാവയവം സ്പർശിച്ചു. അപ്പം അയാൾ വുളു പുതുക്കണമെന്നാണ് ചോദ്യം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണില്ല, വേണ്ട. വഹൽ ഹുവ ഇല്ലാ ബിൽഅത്തും മിൻക ഔ മുൽഗത്തും മിൻക, അത് നിന്നിൽപ്പെട്ട ഒരവയവം മാത്രമല്ലയോ? കൈയുള്ളതുപോലെ, നെറ്റുള്ളതുപോലെ, കാലുള്ളതുപോലെ ഒരവയവം മാത്രമല്ലയോ? അപ്പോൾ വുളു പുതുക്കേണ്ടതില്ല. അപ്പോൾ രണ്ട് ഹദീസുകൾ, ഒരു ഹദീസിൽ പുതുക്കണം എന്നില്ല വന്നു, ഒരു ഹദീസിൽ പുതുക്കണ്ട എന്നില്ല വന്നു. അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ 2-3 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവത്തെ വികാരത്തോടു കൂടിയാണ് സ്പർശിക്കുന്നത് എങ്കിൽ അവൻ്റെ വുളു മുറിയുന്നില്ലതാണ്. നിസ്കാരത്തിൽ എന്തായാലും എന്താവില്ല, വികാരത്തോടല്ലല്ലോ തൊടുണ്ടാവുക, അറിയാതെ ചിലപ്പോൾ ചൊറിഞ്ഞപ്പോഴോ ഒക്കെ ചിലപ്പോൾ തട്ടിയതായിരിക്കും. അപ്പം അങ്ങനെയാണ് കൊണ്ടത് എങ്കിൽ അവൻ വുളു പുതുക്കേണ്ടതില്ല. വികാരത്തോടു കൂടിയാണെങ്കിൽ അവൻ പുതുക്കണം എന്നുള്ളതാണ്. ചിലവർ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, വുളു എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് സുന്നത്തായ വുളുവാണ്. അപ്പം അടിസ്ഥാനം വുളു എടുക്കണ്ട എന്നുള്ളതാണ്. പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ സുന്നത്തായ വുളു എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാം. അതിൽ നമുക്ക് പ്രബലമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ വുളു പുതുക്കുക എന്നുള്ളതാണ് സൂക്ഷ്മതക്ക് നല്ലതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഗുഹ്യാവയവത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് മുൻദ്വാരാകട്ടെ പിൻദ്വാരാകട്ടെ വുളു എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അത് വികാരത്തോടെയാണെങ്കിലും അല്ലെങ്കിലും അവൻ വുളു പുതുക്കണം എന്നതാണ് സൂക്ഷ്മമായ അഭിപ്രായം. അല്ലാഹു അഅലം. വുളു മുറിഞ്ഞു പോകുന്ന അവിടെ മറ്റൊരു മസല കൂടി, നമ്മളെ ഫർജ് മാത്രമല്ല മറ്റുള്ളവരെ ഫർജ് തൊട്ടാലും എന്ത് ചെയ്യും? വുളു മുറും. അങ്ങനത്തെ ഒരു മസല ഇപ്പോൾ നിത്യ രീതിയിൽ നമുക്ക് വരിക, ഉമ്മമാർക്ക് എന്ത് ചെയ്യും? കുട്ടികളെ കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികളെ മലമൂത്ര വിസർജനം അത് വൃത്തിയാക്കിയിട്ട് അവർക്ക് കഴുകി കൊടുക്കുമ്പോൾ ഉമ്മമാർ വുളു എന്ത് ചെയ്യും? ആ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് മുറിയാതിരിക്കുകയില്ല, കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഒരേ ഹുക്മ തന്നെയാണ്. ആ വുളു എന്ത് ചെയ്യും? ബാത്തിലായി പോകും. അല്ലാഹു അഅലം. അടുത്തൊന്ന് മസ്സുൽ മർഅ, സ്ത്രീയെ സ്പർശിക്കലാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു എന്ത് ചെയ്യും? മുറിഞ്ഞു പോകും. അന്യ സ്ത്രീയെ, അതോ നമ്മളെ കുടുംബത്തിലെ സ്ത്രീയെ, മഹറമായ അന്യ സ്ത്രീ. അപ്പോൾ അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പറ്റുമോ? ഹറാമാണ്. പക്ഷെ അറിയാതെ തൊട്ടുപോയാൽ എന്താ? ഇവിടെ അന്യ സ്ത്രീയും മഹറം എല്ലാവരുമാണ് ഇവിടെ ഉദ്ദേശം. ഒരു സ്ത്രീനെ കേവലം, അത് ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും അവർ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയുമോ? മസ്സുൽ മർഅ. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് വുളു മുറിയുമെന്നതാണ്. ഭാര്യനെ തൊട്ടാലും എന്ത് ചെയ്യും? വുളു മുറിയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഷാഫി മദ്ഹബ് അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? വുളു എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഭാര്യൻ്റെ അവരെ തൊടല്ലേ അല്ലെങ്കിൽ ഭർത്താവ് തൊടല്ലേ എന്നാണ് മാറിക്കുക, വുളു എടുത്ത് വരികയാണ് കാര്യം. അങ്ങനെയാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, വികാരത്തോടു കൂടി തൊട്ടാൽ എന്ത് ചെയ്യും? വുളു മുറിയും. വികാരമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയുകയില്ല. അപ്പോൾ ഭാര്യനെയാണെങ്കിലും വികാരത്തോടു കൂടി ചുംബിച്ചു, അപ്പം എന്ത് ചെയ്യും? വുളു മുറിയും. വികാരമില്ലെങ്കിൽ വുളു മുറിയൂല. മൂന്നാമത്തെ ഒരു അഭിപ്രായം, എങ്ങനെ തൊട്ടാലും എന്ത് ചെയ്യൂല? വുളു മുറിയൂല. എങ്ങനെ തൊട്ടാലും, വികാരം ഉണ്ടെങ്കിലും വികാരമില്ലെങ്കിലും എങ്ങനെ ഒരു സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ, അത് ഭാര്യയാകട്ടെ അന്യ സ്ത്രീയാകട്ടെ ആരാണെങ്കിലും വുളു ബാത്തിലാവുകയില്ല. ഇങ്ങനെ 3 അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഹനഫി മദ്ഹബ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സമസ്തക്കാർ ഹജ്ജിന് പോകുമ്പോൾ എങ്ങനെ പോവുക? ഇഹ്റാം കെട്ടുമ്പോൾ അങ്ങനെ പറയും, ഞങ്ങൾ ഷാഫി മദ്ഹബിൽ നിന്ന്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഹനഫി മദ്ഹബിലേക്ക് മാറിയിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ പറയും ഹനഫി മദ്ഹബിൽ നിന്ന് ഷാഫി മദ്ഹബിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയൊന്നും ശരിക്കും ഇസ്ലാമിൽ ഇല്ല. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതെന്ത്, എങ്ങനെ ഒരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാലും വുളു ബാത്തിലാവുകയില്ല എന്നുള്ളത്.
ഇതിൽ പ്രബലമായി നമുക്ക് മനസ്സിലാവുന്ന അഭിപ്രായം അല്ലാഹു അഅലം, ഒരു സ്ത്രീയെ എങ്ങനെ തൊട്ടാലും വുളു മുറിയുകയില്ല എന്നുള്ളതാണ്. വികാരത്തോടെ തൊട്ടാലും വികാരമില്ലാതെ എങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാലും വുളു ബാത്തിലാവുകയില്ല. എന്താണ് അതിന് തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അനാമു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിടന്നുറങ്ങാണ്. റസൂൽ നിസ്കരിക്കാണ്. വരിജിലായ ഫീ ഖിബ്ലതിഹി, ഇന്റെ കാലുകൾ റസൂലിന്റെ ഖിബ്ലയുടെ നേരെയാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സജദ, സുജൂദ് ചെയ്യുമ്പോൾ ഗമസനി, ഇന്നൊന്ന് നുള്ളും, ചെറുതായിട്ടൊന്നുള്ളൂ സുജൂദിക്ക് വരികയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും? ഫഖബൽതു റിജ്ലിയ, എൻ്റെ കാലുകൾ ഞാൻ വലിച്ചു വെക്കും. വ ഇദാ ഖാമ, റസൂൽ എഴുന്നേറ്റാൽ ബസത്തുഹുമ, ഞാൻ രണ്ടും എന്ത് ചെയ്യും? നീട്ടി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കേവല സ്പർശനാണ്, ഒരു വികാരത്തോടു കൂടിയുള്ള സ്പർശനാവില്ല, കേവല സ്പർശനാണ്. അപ്പോൾ കേവല സ്പർശനം കൊണ്ട് വുളു മുറിയുകയില്ല എന്നീ ഹദീസ് എന്താണ്? വ്യക്തമാണ്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, അന്നഹു ഖബ്ബല ബഅള നിസാഇഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരിൽ ഒരുവളെ ചുംബിച്ചു. അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ചുംബിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ ഖറജ ഇല സ്വലാത്തി വലം യതവല്ല, നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടു, റസൂൽ വുളു എടുത്തില്ല. അപ്പോൾ ചുംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? വികാരം ഉണ്ടാവും. അങ്ങനെ ചുംബിച്ചിട്ട് പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു പുതുക്കിയില്ല. സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവണം? എങ്ങനെ സ്പർശിച്ചാലും വുളു മുറിയുകയില്ല. പക്ഷേ വികാരം ഉണ്ടായി അതിലൂടെ മദിയ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ വുളു ബാത്തിലായി. വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ മദിയ പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വുളു ബാത്തിലാണ്. അതല്ലാതെ സ്ത്രീയെ സ്പർശിച്ചത് കൊണ്ട് എന്ത് ചെയ്യൂല? വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. അടുത്തത് കാണാണ്ട, കുറച്ച് കളർഫുള്ളായില്ലേ? അക്ലു ലഹ്മിൽ ഇബിൽ, ഒട്ടകമാംസം കഴിക്കൽ. ഒട്ടകമാംസം കഴിച്ചാൽ വുളു ബാത്തിലാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ചോദിക്കാണ്, അതവല്ലഉ മിൻ ലുഹൂമിൽ ഗനം, റസൂൽ ആടിന്റെ മാംസത്തിൽ ഞാൻ വുളു എടുക്കണോ? ആടിന്റെ മാംസം കഴിച്ചാൽ? റസൂൽ പറഞ്ഞു, ഇൻശിഇത ഫതവല്ല ഇൻശിഇത ഫലാ തവല്ല, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുത്തോ, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുക്കേണ്ട, അഥവാ നിർബന്ധമില്ല എന്നർത്ഥം. രണ്ടാമത് ചോദിച്ചു, അതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിന്റെ മാംസത്തിൽ വുളു എടുക്കണോ? നഅം ഫതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, അതെ, ഒട്ടകത്തിന്റെ മാംസത്തിൽ വുളു എടുക്കണം. അപ്പോൾ ഒട്ടക മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു ബാത്തിലാവും. മറ്റൊന്ന് അരിദ്ദത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാം. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ ഓൻ്റെ വുളു മാത്രമല്ല, ഓൻ്റെ വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു, എല്ലാവരും പൊളിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഏതും നഷ്ടപ്പെട്ടു? വുളുവും നഷ്ടപ്പെടും. മറ്റൊന്ന് ഗസ്ലുൽ മയ്യിത്തി, മയ്യത്ത് കഴുകുക, മയ്യത്ത് കുളിപ്പിക്കുക. മയ്യത്ത് കുളിപ്പിച്ചാൽ വുളു ബാത്തിലാകുമോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ ഫലിയഗ്തസിൽ, ആരെങ്കിലും മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു ഫലിയതവല്ല, ആരെങ്കിലും മയ്യത്ത് ചുമന്നാൽ അവൻ വുളു എടുക്കട്ടെ. അപ്പോൾ ഇവിടെ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത്. ആ കുളി എന്തല്ല? നിർബന്ധ കുളിയല്ല. നമ്മൾ ഇനി കുളിയുടെ വിഷയം വരുമ്പോൾ അത് പറയും ഇൻഷാ അല്ലാഹ്. നിർബന്ധ കുളിയല്ല, അത് സുന്നത്തായ കുളിയാണ്. അപ്പോൾ പണ്ഡിതന്മാർ റസൂൽ കുളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുളിയുടെ ഏറ്റവും ചെറിയൊരു രൂപമാണ് എന്ത്? വുളുവെങ്കിലും ചെയ്യാന്നില്ലേ, ചെറിയ അശുദ്ധി. അപ്പോൾ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വുളു എടുക്കൽ എന്താണ്? കുളി നിർബന്ധമല്ലെങ്കിലും വുളു എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ വുളുവും നിർബന്ധമല്ല എന്താണ് പ്രബല അഭിപ്രായം. വുളുവും എന്താണ്? സുന്നത്തുള്ളത്. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് വുളു മുറിയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുക, അതല്ലാത്ത ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവുക, അതിൽ വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഉറക്കം. പിന്നെ നാലാമത്തത് ഗുഹ്യാവയവം സ്പർശിക്കൽ, സ്ത്രീയെ സ്പർശിക്കൽ, ഒട്ടകമാംസം കഴിക്കൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ, അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കൽ. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഇതിൽ പലതിലും വുളു മുറിയുന്ന കാര്യങ്ങളാണ്.